ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ കാണുന്നത് മൂവാറ്റുപുഴ വാഴപ്പിള്ളിക്കും വെള്ളൂർകുന്നത്തിനും ഇടയിലുള്ള ചരിത്രമുറങ്ങുന്ന ഒരു പ്രദേശം. എന്താണ് ചരിത്രമെന്നുള്ളതല്ലേ? ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഇത്തരമൊരു പ്രദേശം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് എന്ന് വഴിയെ പോകുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് നമ്മുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത്. 8 വർഷങ്ങൾക്ക് മുന്നേ മേളിൽ കാണുന്ന വലിയൊരു മല അപ്പാടെ ഇടിഞ്ഞു വന്ന് കിടക്കുന്നതാണ് ഈ കാണുന്നത്. അന്ന് ഈ റോഡ് വരെ ബ്ലോക്കായിരുന്നു. MC റോഡ് അന്ന് ബ്ലോക്കായിരുന്നു. അന്നും ഒരു മഴക്കാലമായിരുന്നു. ഭീമാകാരമായ ആ മല മുകളിൽ നിന്ന് ഇടിഞ്ഞു വന്ന് ഈ റോഡ് വരെ ബ്ലോക്കായി മണ്ണ് കോരി മാറ്റിയാണ് അന്ന് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഈ മലയുടെ പ്രത്യേകത എന്താണ് എന്നതല്ലേ? നമുക്ക് ആ മലയിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ കാണുന്ന മലയുടെ മുകളിലാണ് മൂവാറ്റുപുഴ പ്രദേശത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കുമുള്ള കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു ടാങ്ക് നിലനിൽക്കുന്നത്. ഈ കാണുന്ന വഴി കയറി ചെല്ലുന്നത് NSS സ്കൂളിൻ്റെ മുൻവശത്തുകൂടെയാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ടാങ്കിലേക്കുള്ള വഴി. ഈ കാണുന്നത് NSS സ്കൂൾ. ഈ സ്കൂളും കയറി വീണ്ടും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മെല്ലെ മെല്ലെ കയറി പോകുമ്പോൾ നമുക്ക് വാട്ടർ ടാങ്കിൻ്റെ അരികിലെത്താം. ഈ കാണുന്നതാണ് വാട്ടർ ടാങ്കിൻ്റെ താഴ്ഭാഗം. ഈ താഴ്ഭാഗം ഇരിക്കുന്ന ഒരു അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് അതിലൂടെ പാസ് ചെയ്യാൻ പോലും പേടിയാകും. അത്രമാത്രം ഇടുങ്ങിയ ഒരു വഴിയാണ് ഈ വാട്ടർ ടാങ്കിലേക്കുള്ള വഴി. ഇതിൻ്റെ ഈ കാണുന്ന ഇടതുവശമാണ് ഇടിഞ്ഞു പോയിട്ടുള്ളത്. 8 വർഷം മുന്നും ഒരു മഴക്കാലത്ത് ഈ കാണുന്ന തൊട്ടു താഴെയുള്ള ഭാഗം അഗാധമായ ഗർത്തം പോലെ കാണുന്ന ഈ പ്രദേശം മൊത്തമായി ഇടിഞ്ഞ് വെള്ളൂർകുന്നം MC റോഡിലേക്ക് പതിക്കുകയുണ്ടായി. അത് വെറുതെ കുത്തിയൊലിക്കുകയല്ല, ആ മല അങ്ങനെ തന്നെ നിരങ്ങി നീങ്ങി താഴ്ഭാഗത്ത് എത്തി നിൽക്കുകയാണ്. അവിടെ നിന്ന തെങ്ങുകൾ പോലും ഇന്നും അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ആ മലയുടെ ഇടിച്ചിലിൻ്റെ ആഘാതം എത്ര വലുതായിരുന്നു എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് പിന്നീട് കാണാം. ഇപ്പോൾ നമ്മൾ ടാങ്കിലേക്ക് മെല്ലെ മെല്ലെ കയറിപ്പോകാനുള്ള ശ്രമത്തിലാണ്. വഴികൾ നിഗൂഢത നിറഞ്ഞ ഒരു പ്രദേശം പോലെ, ഒരു സൈഡ് ഇടിഞ്ഞ് അഗാധ ഗർത്തം പോലെ നിലനിൽക്കുന്നു. ക്യാമറ കണ്ണിലൂടെ പതിഞ്ഞാൽ ഒരു പക്ഷേ ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഈ ഇടിഞ്ഞു പോയ പോക്കിൽ MC റോഡിൻ്റെ സൈഡിലുള്ള 1-2 ബിൽഡിങ്ങുകൾ അതിൻ്റെ അടിയിൽ ഇന്നും നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ആ മലയുടെ അടിയിൽ കിടക്കുന്നു, പുതഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു ചരിത്ര വസ്തുത പലരും മറന്നുപോയിരിക്കുന്നു. എന്നാൽ മൂവാറ്റുപുഴ നിവാസികൾക്ക് ഇന്നും അക്കാര്യം ഓർമ്മയുള്ളതാണ്. തന്നെയുമല്ല, അതിനിടയിൽ കിടക്കുന്ന 2 ബിൽഡിങ്ങിൻ്റെ പുറകുവശത്ത് മൂവാറ്റുപുഴ ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അഡ്രസ്സില്ലാത്ത കുറച്ച് ആളുകൾ അന്തി ഉറങ്ങുന്ന പ്രദേശവുമായിരുന്നു. ഒരു പക്ഷേ അതിനടിയിൽ ഇന്നും കുറച്ച് ആളുകൾ ആരൊക്കെയോ കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന് മൂവാറ്റുപുഴക്കാർ അടക്കം പറഞ്ഞിരുന്ന കാലഘട്ടമായിരുന്നു അത്. എന്നാൽ അത് ആരാണെന്നോ അവിടെ എന്താണ് അകപ്പെട്ടിട്ടുള്ളത് എന്നോ അന്ന് ഒരു അന്വേഷണവും ഇതേവരെ നടന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അത് അന്വേഷണം നടക്കണ്ട എന്നൊക്കെ ആരൊക്കെയോ തീരുമാനിച്ചതുപോലെയായിരുന്നു അന്നത്തെ സംഭവങ്ങൾ. എങ്ങനെയാണ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ പാർലമെൻറ്റ് മണ്ഡലം എങ്ങനെയാണ് ഇല്ലായ്മ വന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് അതിൻ്റെ കഥയും. ഇതൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ കെട്ടുപണഞ്ഞു കിടക്കുന്ന, ചില ഉള്ളവൻ്റെയും ഉള്ളവരുടെയും തൻ്റെ ഇടവും കയ്യൂക്കുമുള്ളവൻ്റെയും കാര്യങ്ങൾ അങ്ങനെയാണ് എന്നാണ് നമുക്ക് അതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. നമ്മൾ നടന്ന് വാട്ടർ അതോറിറ്റിയുടെ ചൂണ്ടിയുടെ അടുത്തെത്തി. ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നില്ല. അതിനാൽ നമ്മൾ ടാങ്കിലേക്ക് കയറുകയാണ്. ഈ കാണുന്നതാണ് വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ ടാങ്ക്. മൂവാറ്റുപുഴയുടെ പ്രധാന ഭാഗങ്ങളിലേക്കെല്ലാം വെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ ടാങ്കിൻ്റെ തൊട്ട് താഴ്ഭാഗത്താണ് ഈ മല ഇടിഞ്ഞു പോയിട്ടുള്ളത് എന്ന് നാം ഓർക്കണം. തന്നെയുമല്ല, ഈ ടാങ്ക് അതിനാൽ ഇന്ന് ഭാഗികമായിട്ട് മാത്രമേ നിറയ്ക്കാറുള്ളൂ. ഈ ടാങ്കിൽ പകുതി വെള്ളമാണ്. അതിനുശേഷം ഇന്ന് വരെ 8 വർഷമാകുന്നു
പകുതി വെള്ളമാണ് ടാങ്കിൽ നിറയ്ക്കുക. കാരണം പറയുന്നത് മുഴുവൻ വെള്ളം നിറച്ചാൽ ഒരു പക്ഷേ ടാങ്ക് ഉൾപ്പെടെ ഇടിഞ്ഞു പോകുമോ എന്നുള്ളൊരു ഭീതി വാട്ടർ അതോറിറ്റിക്കും അതുപോലെ ഭരണനിർവഹണ സമിതികൾക്കും ഉള്ളതുകൊണ്ടാണ് പകുതി വെള്ളം അടിക്കുന്നത്. വേനൽക്കാലം എത്തുമ്പോൾ ഈ കാണുന്ന പല പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം തികയാറില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ബ്ലോക്ക് കോമ്പൗണ്ട്, ബ്ലോക്ക് ഇരിക്കുന്ന പ്രദേശങ്ങൾ, സിവിൽ സ്റ്റേഷൻ പ്രദേശങ്ങളിലേക്കൊക്കെ വേനൽക്കാലത്ത് വെള്ളത്തിന് ക്ഷാമമാണ്. ഈ ടാങ്കിൽ പകുതി വെള്ളം മാത്രമാണ് ഇന്നും നിറയ്ക്കുന്നത്. എന്നാൽ ഒരു പുനരന്വേഷണവും, എന്നാൽ ഇതിന് ഇനി എന്താണൊരു പോംവഴി എന്ന് ആരും ഇതേവരെ അന്വേഷിക്കുന്നുമില്ല. അതിനെക്കുറിച്ച് ഒരു പുതിയ ഡെവലപ്മെൻറ്റ്സും ഇന്നില്ല. മൂവാറ്റുപുഴ ജില്ലയാകാൻ പുറപ്പെടുന്നവർ, മൂവാറ്റുപുഴയെ ഒന്നാകെ ഉയർത്താൻ ശ്രമിക്കുന്നവർ ഈ കാണുന്ന കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ പോലും അലംഭാവം കാണിച്ചു തുടങ്ങിയിട്ട് വർഷം 8 കഴിഞ്ഞു എന്ന് നാം ഓർക്കണം. ഈ കാണുന്ന പ്രദേശം ഇന്നും ആ മല അങ്ങനെ തന്നെ ഇടിഞ്ഞ് വന്നിരുന്ന രീതിയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ കാണുന്ന തെങ്ങുകളൊക്കെ അന്ന് അവിടെ നിന്ന് ഇടിഞ്ഞു പോന്നിരുന്ന തെങ്ങുകളാണ് എന്ന് നാം ഓർക്കണം. ആ തെങ്ങുകളൊക്കെ അങ്ങനെ തന്നെ ഇന്നും നിന്ന് കായ്ക്കുന്നു. ആ മല അപ്പാടെ ഇടിഞ്ഞു പോന്നിട്ട് ഒരു അന്വേഷണവും, അതിൻ്റെ അടിയിൽപ്പെട്ട 2 ബിൽഡിങ്ങുകളുണ്ട്, ബാറ്ററി കടകൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ 3-4 ആളുകൾ കിടപ്പുണ്ടായിരിക്കാമെന്ന് ആളുകൾ അടക്കം പറയുന്നു. കാരണം വെളുപ്പിന് 4:30 മണിക്കാണ് ആ മല അന്ന് ഇടിഞ്ഞു പോകുന്നത്. അതിനാൽ അവിടെ കിടന്നുറങ്ങിയവർക്ക് എണീറ്റ് പോകാൻ സമയം കിട്ടിക്കാണില്ല എന്നും പറഞ്ഞു കേൾക്കുന്നു. എന്തുമാകട്ടെ, ഇനിയെങ്കിലും ഈ സംവിധാനത്തിന് ഒരു മാറ്റം വരുത്തേണ്ടതില്ലേ? ഈ കുടിവെള്ള പ്രശ്നം പരിഹരിച്ച് ഈ പ്രദേശം ഭംഗിയാക്കേണ്ടതില്ലേ? നമുക്ക് നാടിനൊന്നാകെ കുടിവെള്ളക്ഷാമം നേരിടുമ്പോൾ മൂവാറ്റുപുഴ ടൗണിൽ വെള്ളമില്ലാതെ അലയുന്ന ഒരവസ്ഥ അത് പാടില്ല. തൽക്കാലം നിർത്തട്ടെ. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും നന്മയും നേർന്നുകൊണ്ട് പച്ചപ്പാണ്ടിൻ്റെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.